ഹലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ണൂരോട്ട് പോവാണ് കേട്ടോ. അതാണ് ഈ ട്രെയിൻ യാത്ര. അപ്പം ഈ വീഡിയോയിൽ കണ്ണൂരിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂറും എൻ്റെ വീടൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. അപ്പോൾ അധികവും ഞാനും മക്കളായിട്ടാണ് ചേർത്തലയിൽ നിന്ന് കണ്ണൂർക്ക് പോവുക. ചേട്ടായി എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോഴോ അങ്ങനെ എന്തെങ്കിലും വിശേഷമുള്ളപ്പോഴാണ് ഞാനിപ്പോൾ അധികം പോവാറ്. ഇപ്പോൾ ചേർത്തലയിലല്ലേ. അപ്പോൾ ചേട്ടായി എൻ്റെ അടുത്തായിട്ടായിരിക്കും വരിക. അടുത്ത ദിവസമായിട്ട് ഇവിടെ ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ നേരത്തെ പോകും. അപ്പോൾ അധികം ഞാനും പിള്ളേരായിട്ടാണ് പോവുക. രാത്രിയത്തെ മാവേലിക്കാണ് പോവുക. എന്തുകൊണ്ടാണ് രാത്രിയത്തെ മാവേലിക്ക് പോകുന്നത് മനസ്സിലായില്ലേ? അതാണെങ്കിൽ അവൻ കുറച്ച് കഴിയുമ്പോഴെങ്കിലും ഉറങ്ങും. ഇവനാളില്ലേ, ഇവന് കളി എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരാളാണ് എൻ്റെ പുത്രൻ. അപ്പം രാത്രിയാണെങ്കിൽ കുറേ നേരം കളിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും. ഡേ ടൈം എങ്ങാനും പോയാൽ പിന്നെ വൈകുന്നേരം കണ്ണൂർ ട്രെയിൻ എത്തുന്നവരെ എൻ്റെ കാര്യത്തിലപ്പോഴത്തേക്കും തീരുമാനമാവും. ഭാഗ്യത്തിന് ഇടയ്ക്ക് ഇങ്ങനത്തെ ഈ സീറ്റ് കിട്ടാറുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ സീറ്റ്. ഇവിടെ 2 എണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനും സേറയ്ക്കുള്ള ബെഡാണ്. അതുകൊണ്ട് വേറെ ആൾക്കാരില്ല, പാസഞ്ചേഴ്സ് ഇല്ല. അതുകൊണ്ട് രക്ഷപ്പെട്ട്. അതെന്താണെന്നറിയോ, അല്ലെങ്കിൽ ഇവൻ അവരുടെ സീറ്റിലൊക്കെ കയറിയിരിക്കും. ആദ്യം ആൾക്കാർക്ക് സന്തോഷമാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് ഉറങ്ങണ്ടേ. ഇത് തന്നെ ഞാൻ അവനെ വലിച്ചിറക്കിയപ്പോഴാണ് സേറക്ക് ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. പാവം കയറിയതേ ഉറങ്ങി. ഇവനും ഞാൻ പാലൊക്കെ കൊടുത്തു. ഞാൻ വിചാരിച്ചു ആ കിടപ്പൊക്കെ കണ്ടപ്പോൾ ഉറങ്ങും. എവിടുന്ന്. അത് കഴിഞ്ഞ് അവൻ അതിൻ്റെ മേലൊക്കെ വലിഞ്ഞു കയറി സ്വിച്ച് ഇടലോ. അയ്യോ, ആ ദിവസം അവന് തീരെ ഉറക്കമുണ്ടായിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഉറങ്ങുന്നത് എന്തൊക്കെയോ കളിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് നേരം കടന്നു. നമ്മളടുത്തിങ്ങനെ ചേർന്ന് കടന്നാലേ ആൾ ഉറങ്ങത്തുള്ളൂ. ഇത് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റത്. ഞാൻ തലശ്ശേരി ആയപ്പോൾ അലാറം വെച്ച് എഴുന്നേറ്റു. അപ്പോൾ അവനും എഴുന്നേറ്റിരുന്നു. വല്ല ഉറക്കക്ഷീണം ഉണ്ടോ, പെട്ടെന്ന് എഴുന്നേക്കും. സേരനും പിന്നെ എഴുന്നേൽപ്പിച്ച് ഇരുത്തി. ചാച്ചൻ വരും, കണ്ണൂർ കൂട്ടാനെത്തും. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ സ്റ്റേഷൻ എത്താനാവുന്ന നോക്കിയിരിക്കുക. അപ്പോൾ സേറ ഇങ്ങനെ വന്നിറങ്ങിയപ്പോൾ അത് നല്ല ഉറക്കപ്പിച്ചിലൊക്കെ ആയിരുന്നു. ഇതാണ് കണ്ണൂർ വീട്ടിലെ ആൾക്കാർ കേട്ടോ. ചാച്ചനമ്മ, തെക്ലേച്ചി, ഞാൻ, നെറ്റി. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഇതാണ് ചാച്ചനമ്മ. വളരെ വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കണ്ണൂർ വീട്. നമ്മുടെ സ്വർഗം. ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ്. പക്ഷേ അമ്മേനിങ്ങനെ ഫോട്ടോയിൽ കാണിക്കാൻ ഇപ്പോൾ പറ്റത്തുള്ളൂ. ആളിപ്പോൾ 2 വർഷമായി നമ്മളെ അടുത്ത് നിന്ന് പോയിട്ട്. ഇപ്പോൾ ഈശോൻ്റെ അടുത്ത് സുഖമായിട്ടിരിക്കാം. ഒത്തിരി വേദനയൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ. ഇപ്പം അമ്മയ്ക്ക് അതൊന്നും ഇല്ലയെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷെ കാണാൻ പറ്റാത്തത് ഭയങ്കര സങ്കടമാണ് അല്ലേ. ഇതാണിപ്പം ഞങ്ങളുടെ സ്വർഗം. ഈ സ്വർഗത്തിലിപ്പം പണ്ട് പോവുകയാണെങ്കിൽ അമ്മയുള്ളതാണല്ലോ നമ്മുടെ വീടെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം അതില്ലാത്തപ്പം ഒരു വല്ലാത്ത മിസ്സിങ് ആണ്. പക്ഷേ എന്തിരുന്നാലും എവിടെയാണെങ്കിലും ഇവിടെ എത്തുമ്പോഴാണ് ഒരു ഭയങ്കര ആശ്വാസം. എൻ്റെ സൗണ്ട് ചിലപ്പോൾ കുറച്ചൊരു ഇതാവുന്നുണ്ടോ. അമ്മേനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എല്ലാ മക്കൾക്കും അങ്ങനെയല്ലേ, അതിൻ്റെയാണ് കേട്ടോ, കാര്യമാക്കേണ്ട. അപ്പോൾ ഇതാ ഞങ്ങളുടെ വീട്. എല്ലാ ചെടികളും ആ കാണുന്നത് ഇപ്പോഴും ചാച്ചൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാം അമ്മയും ചാച്ചനും കൂടി നട്ടതാണ്. ഒത്തിരി ചെടികളുണ്ട് കേട്ടോ. അമ്മ പോയ പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടായിട്ടൊക്കെ കുറേ നാൾ കിടന്നപ്പം ചെടിയൊക്കെ അങ്ങനെ നോക്കാണ്ടൊക്കെ പോയി. ഇപ്പോൾ ചാച്ചൻ അതൊന്നും കളയരുത് എന്നുള്ള ഇതിൽ എല്ലാം ഇപ്പം വീണ്ടും നന്നാക്കി. ഇപ്പോൾ അടിപൊളി ഗാർഡൻ വീണ്ടും അമ്മേൻ്റെ ഇഷ്ടമുള്ള പോലെ തന്നെ ഒത്തിരി ബോഗൺവില്ലകളും ഒരുപാട് ചെടികളുണ്ട്. എല്ലാം ചാച്ചൻ ഇപ്പം നല്ല സൂപ്പറായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാം അമ്മേൻ്റെ ഇഷ്ടവും ആഗ്രഹവും പോലെ തന്നെ. അപ്പോൾ ഇതാണ് വീട്. ഇത് കുറച്ച് പഴയൊരു വീഡിയോ ആണ്. ഞാനിതിൽ ആഡ് ചെയ്തെന്നുള്ളൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള വീഡിയോ ആണ്. സേവിക്ക് അവൻ്റെ അപ്പമ്മേനെ കണ്ടിട്ടില്ലെങ്കിലും സേവിയുടെ ഫേവററ്റാണ് അപ്പമ്മ. അപ്പമ്മയ്ക്ക് ഉമ്മ കൊടുക്കുക, അപ്പമ്മേനെ നോക്കുന്നൊക്കെ പറയുമ്പോൾ അവൻ എപ്പോഴും ഈ ഫോട്ടോൻ്റെ അടിയിൽ വന്ന് നിൽക്കും. എൻ്റെ അമ്മ ഒത്തിരി കാണാൻ ആഗ്രഹിച്ച ഒരാളാണ് ഇവനെ. പക്ഷേ എനിക്കറിയാം ഞാൻ കാണുന്നതിന് മുമ്പ് അമ്മ തന്നെ അവനെ കണ്ടിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. ഇത് ഒരു ചെറിയ ഹോം ടൂർ പോലെ ഞാൻ എടുത്തത്. ഞാൻ കണ്ണൂർ വീട്ടിലെത്തിയപ്പോൾ രാവിലെ തന്നെ എടുത്തതാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. സേവിയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അനിയത്തിൻ്റെ കുഞ്ഞൊക്കെ വരുന്നുണ്ട് ദുബായിൽ നിന്ന്. അപ്പോഴത്തേക്കും വീട് മറച്ച് വെക്കും രണ്ടും കൂടി. അതുകൊണ്ട് ഞാൻ രാവിലെ വേഗം എടുത്തതാണ്. അത് ഹാളാണ് കയറുമ്പോൾ. ഇത് ഞങ്ങളുടെ ഡൈനിങ് റൂം. അതിങ്ങനെ ജസ്റ്റ് ഒരു വുഡൻ പാർട്ടീഷൻ കൊടുത്ത് അങ്ങനെ. ഇതാണ് ഡൈനിങ് ഏരിയ. ഇത് കിച്ചൺ. നമ്മളൊരു ആർക്കിടെക്റ്റ് വെച്ച്, വിനോദ് സിറേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആർക്കിടെക്റ്റിനെ വെച്ചിട്ട് ചെയ്ത വീടാണ് കേട്ടോ. ഞങ്ങളുടെ വീട് 20 ഇയേഴ്സിന് മേലെയായി. പക്ഷേ ഇപ്പോഴും കണ്ട ഭയങ്കര പുതുമയുള്ളൊരു വീടാണ്. ഞാനായിട്ട് എൻ്റെ വീടിനെ പൊക്കി പറയില്ല കേട്ടോ, കാണുന്ന എല്ലാവരും പറയും. ഞങ്ങളുടെ വീട് ഭയങ്കര സംഭവമാണ്. ചാച്ചൻ്റെ ആണ് എല്ലാ പ്ലാനും ഒക്കെ. അമ്മേൻ്റെ എല്ലാ കഷ്ടപ്പാടും ഇതിലുണ്ട്. അതുകൊണ്ട് ഈ വീട് ശരിക്കും അമ്മേൻ്റെ സ്വന്തമാണ്. അമ്മ ഇവിടെ എല്ലാം എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ഏരിയ. കിച്ചൺ. പിന്നെ ഞങ്ങളുടെ ഒരു 2 തട്ടായിട്ട സ്ഥലം. അപ്പോൾ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട്
രണ്ടാമത്തെ തട്ടിങ്ങനെ ഒരു ഓഫീസ് റൂം പോലെ ഇരിക്കുന്നത്, പിന്നെ അപ്സ്റ്റെയറിലോട്ട് അങ്ങനെയാണ് കേട്ടോ. ഇത് അമ്മേൻ്റെ ഒരു പെയിൻറ്റിങ് ആണ്. അമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സ്വപ്നം കണ്ടതാണ്. അമ്മ ഇങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് ഈശോയായിട്ട് സംസാരിക്കുന്ന ഒരു സ്വർഗത്തിലുള്ളൊരു ഫീൽ. അതൊരു ഭയങ്കര നല്ല സ്വപ്നമായിരുന്നു. അത് ചാച്ചനെയും തെക്ലേച്ചിനും നെറ്റീനും ഒക്കെ കാണിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ വരപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു കൊടുത്ത് ചാച്ചൻ്റെ ഒരു ഫ്രണ്ട് വരച്ചാണ്. അതുപോലെ തന്നെ അങ്കിള് വരച്ചു. അമ്മേനെയൊക്കെ ശരിക്കും ജീവനുള്ള പോലെ. ആ റൂമിൽ ആ ഫോട്ടോ ഒരു വലിയ ഫ്രെയിമായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പോയിരുന്നിങ്ങനെ, അമ്മ അവിടെ തന്നെ ഉണ്ട്, അവിടെ പോയി ഇരിക്കണം എന്നില്ല, എല്ലായിടത്തും അമ്മയുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോ ആ ഒരു ഫോട്ടോ ഭയങ്കര നല്ലതാണ്. ചന്ദ്രൻ അങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു അങ്കിൾ ചാച്ചൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അമ്മേനെ കണ്ടില്ല, അമ്മ ഇങ്ങനെ തന്നെ ഇരിക്കുക. ഭയങ്കര അച്ഛന്മാർ, പള്ളി, പ്രാർത്ഥന, അങ്ങനെ എല്ലാവരെയും കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഭവ്യതയും, ആളെല്ലാവരും ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്ന, അങ്ങനെ നല്ല നല്ലൊരു അമ്മയാണ് കേട്ടോ. എല്ലാവരുടെ അമ്മ നല്ലതാണ്, പക്ഷെ എൻ്റെ അമ്മ ഭയങ്കര നല്ലതായിരുന്നു. ഒത്തിരി പേരെ സ്നേഹിച്ചൊരമ്മയാണ്. നല്ലൊരു ദൈവം വേഗം വിളിക്കുമല്ലോ. അവിടെ നിന്ന് ഇങ്ങനെ മേലത്തെ അപ്സ്റ്റെയറിലോട്ട് കാണുന്ന പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്, ക്ലോസ്ഡ് അല്ല. പിന്നെ മേലെ കയറി മേലൊരു ഹാള്, 2 ബെഡ്റൂം. അപ്പുറത്ത് പണ്ട് വാഷ് ചെയ്തിട്ടിരുന്നൊക്കെ ആയിരുന്നു, ഇപ്പം ഞങ്ങളതൊരു റൂം പോലെയാക്കി. അങ്ങനെയൊക്കെയാണ് വീട്. ഇത് മേലത്തെ ഒരു ബെഡ്റൂം. ഇവിടെ ആയിരുന്നു ഞങ്ങൾ 3 പേരും കടന്നുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റവർ 2 പേരും പുറത്താണ്. അവർ വരുമ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി അങ്ങനെയൊക്കെ കിടക്കും. ഇത് താഴത്തെ ബെഡ്റൂം, ചാച്ചൻ്റെ അമ്മേൻ്റെയും ബെഡ്റൂമാണ് താഴെയുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ കണ്ണൂർ വീട്, ഞങ്ങളുടെ ഏറ്റവും 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 ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സ്ഥലം. അങ്ങനെ നെറ്റിൻ്റെ കുഞ്ഞും എല്ലാവരും എത്തിയേ. എല്ലാവരും കൂടുമ്പോഴുള്ളൊരു സന്തോഷമാണ് ഈ കാണുന്നത്. ഡാൻസാണ്, സേവിയും കുഞ്ചുവും അങ്ങനെ മക്കളെല്ലാവരും കൂടി. ചാച്ചൻ എല്ലാ കാര്യത്തിനും അവരുടെ കൂടെ കൂടുന്നൊരു വല്യപ്പനാണ് കേട്ടോ. അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ 2 കുഞ്ഞു മക്കളും ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സ്നേഹമാണ് അമ്മയുടെ. എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഈ 2 മക്കൾക്ക് അത് കാണാൻ പറ്റാഞ്ഞ്. അത് ഞങ്ങളുടെ ജാക്കാണ് കേട്ടോ. സിംബ അവിടെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവനെ കൊണ്ടുവന്ന്. പിന്നെ ഇവരെപ്പോഴും മുറ്റത്തായിരിക്കും. ഈ സേവിക്കുട്ടനും മുറ്റത്തോടി കളിക്കാനേ നേരമുള്ളൂ. ഒരു ഗുണമുണ്ട്, ഭയങ്കര സ്പീഡിൽ ഓടും, പക്ഷെ വീഴത്തില്ല. അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ബാലൻസ് ചെയ്യും. അങ്ങനെ ജാക്കും എല്ലാവരും കൂടി ഇങ്ങനെ നിന്ന് ഓരോ കളി കളിക്കുകയായിരുന്നു. ഇങ്ങനെ ആ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും അമ്മേനെ മിസ് ചെയ്യും. സത്യമാണ്, ഈ വീട്ടിൽ എന്ത് കാര്യം വരുമ്പോഴും അമ്മ വരും അതിൽ. അമ്മ ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടായ ഒരാളല്ലേ. അമ്മ തൊടാത്തൊരു കാര്യമുണ്ട് അവിടെ, അമ്മ കാണാത്തൊരു കാര്യമുണ്ട്. അമ്മയില്ലാത്ത ഒന്നുമില്ല അവിടെ. സത്യം പറഞ്ഞാൽ എന്ത് ഒരു ടൈമാണെങ്കിലും നമുക്കത് മിസ് ചെയ്യുന്നതായിരിക്കും. സേവിൻ്റെ കളിയുണ്ടോ, അവൻ അങ്ങനത്തെ ഒരു പേടിയും ഇല്ല, ഒരു ഇതുമില്ല. ഇപ്പം ആ ജാക്കിൻ്റെ വായിൽ കല്ലൊക്കെ കൊണ്ടു കൊടുക്കും. അവനൊന്നും അവനെ ഇതാക്കില്ല, എല്ലാം വായിലൊക്കെ അവൻ കണ്ടു. അതിനെ ഉപദ്രവിക്കുന്ന പാവൻ്റെ ജാക്ക്. പിന്നെ അവൻ പാവമായതുകൊണ്ട് സേവി ഇങ്ങനെ നടക്കുന്നു. സേവി ഇവനോടും സിംബേനോടും ഒക്കെ ഇങ്ങനെ, ഇവൻ ആരും പേടിയില്ല, അവനെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ പള്ളിപ്പെരുന്നാളായിരുന്നു. അപ്പോൾ വൈകുന്നേരം കുർബാനയ്ക്കൊക്കെ പോകുന്നതിന് 2നും റെഡിയാക്കി നിർത്തിയതാണ്. 2ഉം കൂടി കാർട്ടൂൺ കാണുക, ചേട്ടനും അനിയത്തും. ഇവർ തമ്മിൽ 8 മാസത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഭയങ്കര സ്നേഹമാണ്, ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യും. സ്നേഹം കൂടുമ്പോൾ എനിക്ക് പേടിയാണ്, ഞാൻ വേഗം എടുത്ത് മാറ്റിക്കൊണ്ടു പോകും. പക്ഷെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ, 2 പേർക്ക് നല്ല സ്നേഹം. അവൻ ഭയങ്കരമായിട്ട് ചെരുപ്പ് ഊരാൻ ശ്രമിക്കുകയാണ്. അവൻ അതൊന്നും ഇടുന്നതിനോടൊന്നും താല്പര്യമില്ല. അധികവും അവൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സ്നഗ്ഗി ബോയാണ് അവൻ, കണ്ടില്ലേ, കുരുത്തക്കേട് കണ്ടില്ലേ. സ്നേഹത്തോടെ പിടിച്ചതാണ്, പക്ഷെ കൈ മുക്കിപ്പോയി. ആൾ വേഗം കാര്യം. കുഞ്ഞുമരത്തിന് പെട്ടെന്ന് സങ്കടം വരും. പക്ഷെ കേപ്പിയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളിൻ്റെ ആണ്. ഇതൊക്കെ കുറച്ച് ദിവസമായി കഴിഞ്ഞിട്ട്, അടുത്ത് നടന്ന സംഭവമൊന്നുമല്ല, ജനുവരിയിൽ ഉണ്ടായതാണ്. അപ്പം അങ്ങനെ ഇത് എന്നിട്ടൊരു പ്രദക്ഷിണം ഉണ്ടായിരുന്നു. ആ ഈശോ ഹിമാലയങ്ങളാണ് കേട്ടോ. എല്ലാ വർഷം ഹിമാലയങ്ങളാണ് ഈശോ ആവാറ്. ഇത് നമ്മുടെ കുഞ്ഞുമറിയത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. വലുതായിട്ട് തൊടുപുഴയിൽ നിന്നായിരുന്നേ. ചെറിയൊരു സെലിബ്രേഷൻ. എന്നാൽ ആ ഡേ 9th നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരുന്നുണ്ട്. പിന്നെ ഞാൻ സത്യം പറഞ്ഞത് 2 പ്രാവശ്യമായിട്ട് പോയതിൻ്റെ, പിന്നെ ഞാൻ കണ്ണൂർ പോയതിൻ്റെയാണ് ഇത്. അമ്മ മരിച്ചിട്ട് 2 വർഷമായി. ഫെബ്രുവരി 4 അന്നത്തെ പ്രാർത്ഥനയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പം അന്ന് അവിടെ കുർബാന കഴിഞ്ഞ് പിന്നെ സെമിത്തേരിയിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അവിടെ ഭക്ഷണം അങ്ങനെ അറേഞ്ച് ചെയ്തിരുന്നു. ആ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോഴത്തേക്ക് നെറ്റിയൊക്കെ തിരിച്ചു പോയി. പിന്നെ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നില്ലേ, ഈ സെമിത്തേരിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, എൻ്റെ ദൈവമേ, ഈ ഒരു വല്ലാത്ത ഫീലിങ്ങാണ്. അപ്പോഴാണ് ഉള്ളിൽ അമ്മ ഇല്ല അല്ലേ, അമ്മ ഇങ്ങനെയൊക്കെ ആയല്ലേ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അയ്യോ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്നേ, നമ്മുടെ അമ്മ ഇല്ല എന്നൊക്കെ. അയ്യോ അതെന്തൊരു ജീവിതമല്ലേ.
പക്ഷെ അതൊക്കെ സഹിക്കേണ്ടിയിരിക്കുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്താലോചിക്കുമ്പോഴും ആകെ ഒരു സമാധാനം ഉള്ളത് എന്താ പറയുക, എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ശാരീരിക വേദനകളുണ്ടായിരുന്നു ഈ സമയത്ത്. ഇപ്പം അമ്മയ്ക്ക് അതൊന്നും സഹിക്കണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം. ഇനി വേറെ വീഡിയോ കാണാം കേട്ടോ.